ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് കുറച്ച് നേരം വൈകി ആടിനെ വിടാനൊക്കെ കുറച്ചധികം പണികൾ അടുക്കളയിലുണ്ടായിരുന്നു. അപ്പോൾ അത് മുഴുവനായിട്ടും കഴിഞ്ഞിട്ടുണ്ട് മുറ്റത്തേക്ക് ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. അപ്പം ഇന്ന് മുറ്റത്ത് കുറച്ചധികം പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അടുക്കളയിലേക്ക് ചെയ്യാൻ കയറണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങാൻ വഴുകി ആടിനെ വിടാൻ. അപ്പോഴേക്കും അവർ നന്നായിട്ട് തന്നെ ബഹളം വെക്കിയിട്ടുണ്ട് ആടുകൾ. അപ്പോൾ അതാ വെള്ളമൊക്കെ ചേർത്ത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇലയും പുല്ലൊക്കെ എല്ലായിടത്തും കെട്ടി കൊടുത്ത് വരുന്ന വരവിൽ അവർക്ക് വിശക്കണമുണ്ട്, വിടാൻ വഴുകിയ ദേഷ്യം ഒക്കെ കൂടിയിട്ട് ഇവിടെ ആകെ ഒരു ബഹളം ഇരുന്നിട്ട്. ഇന്നലെ രാവിലെ എടുത്ത വീഡിയോ ആണ്. അങ്ങനെ ഞാൻ ഏതായാലും ഇതൊന്ന് വിടാൻ വഴുകിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരെയും ഒരുമിച്ച് കെട്ടിയിട്ടില്ല. കുറച്ച് സമയം ഒന്ന് ഓടി കളിച്ചോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇടിക്കുന്ന ഒരു കൊറ്റയുണ്ട്, അതിനെ മാത്രം കെട്ടിയിട്ട്, അല്ലെങ്കിൽ അത് എല്ലായിടത്തേക്കും പോവും എല്ലാവരും ബുദ്ധിമുട്ടിക്കും, തിന്നാൻ സമ്മതിക്കില്ല. അപ്പോൾ അതിനെ മാത്രം കെട്ടിയിട്ട് ബാക്കിയുള്ളവരൊക്കെ ഇല തിന്നേണ്ടയും വെള്ളം കുടിക്കേണ്ടതൊക്കെ തിരക്കാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് കെട്ടിടാമെന്ന് വിചാരിച്ച് അവരുടെ വിശപ്പൊക്കെ മാറട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവർ പഴുത്തോലൊക്കെ തിന്നുന്നുണ്ട്, വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് അവർ പ്ലാവിൻ്റെ ഇല നാശമാക്കുകയാണ് കേട്ടോ. അത് അവിടെ മുറ്റത്ത് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആട്ടുംകൂട്ടിൽ കൊടുന്ന് വെച്ച്, എന്താ വെച്ചാൽ ഉച്ചയ്ക്ക് കൊടുക്കേണ്ട ഇലയാണ്, ഇല കുറച്ചുള്ളൂ ഇപ്പോൾ. അപ്പോൾ ഞാനുള്ള ഇല അവർ നാശാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആട്ടുംകൂട്ടിൽ കൊടുന്നിട്ട് ആട്ടുംകൂട് അടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ ഇല എത്തില്ല. അപ്പോൾ അതങ്ങനെ ചെയ്യലിട്ട്. അപ്പോൾ അവർക്ക് എത്തൂല്ല, കാണൂല്ല പെട്ടെന്ന്. അത് കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ കാട്ടുന്നത്. അവരുടെ ദാഹമൊക്കെ മാറിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം അതിൽ ഒഴിച്ച് പകർത്തിയിട്ടാണ് അവർക്കൊന്നും വെള്ളം വെച്ച് കൊടുക്കണത് കേട്ടോ. അടിയായി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ദാഹം കുറച്ചും കൂടി മാറിക്കോട്ടെ, കുറച്ചും കൂടി കഞ്ഞിവെള്ളം അതിൽ ഒഴിച്ചിട്ട് എല്ലാവർക്കും വെച്ച് കൊടുത്ത് പിന്നെ എല്ലാവരും കുടിക്കുകയും ചെയ്ത് വെള്ളം കുടിക്കുന്ന സമയത്ത് തന്നെ എല്ലാവരെയും കൊണ്ട് കെട്ടിയിടുകയും ചെയ്തിട്ടാ. അപ്പോൾ ഇനി കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഇനി കുറേ സമയത്തിന് അവരെ കൊണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല. അവരെ വിശപ്പ് മാറി, അവരുടെ ദാഹവും മാറി. പിന്നെ അവർക്ക് നല്ല അത്യാവശ്യം തിന്നാനും ഉണ്ടായിരുന്നു. ഇനി അവർ ഉച്ച വരെ അവർ കരയൊന്നുമില്ല കേട്ടോ, മിണ്ടാതെ അവിടെ കിടന്നോളും. ഇപ്പോൾ കെട്ടിയിടാനും എളുപ്പമാണ്, ഇങ്ങനെ വെള്ളം കുടിക്കുന്ന സമയത്ത് കണ്ട് കെട്ടിയിടും ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ പണിക്ക് വേറെയുള്ള പണികളൊക്കെ ചെയ്യാൻ വേണ്ടി പോയി. എനിക്ക് ഇഷ്ടംപോലെ പണികൾ ഇനിയും ഉണ്ട് കേട്ടോ. മുറ്റത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പണിയുണ്ട്. അപ്പോൾ ഉപ്പേരി വയ്ക്കാൻ വേണ്ടി ഒരു ഓമക്കായ പൊട്ടിച്ചതാണ്. അങ്ങോട്ട് അടുക്കളയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഇറങ്ങാൻ മടിയല്ലേ. അപ്പോൾ ഞാനത് പൊട്ടിച്ച് കൊണ്ടുവച്ചതാണ്. കൈ കൊണ്ട് എത്തൂട്ട്, അധികം ഉയരമൊന്നുമില്ല. പിന്നെ അപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഓമക്കായ പൊട്ടിച്ച് കൊടുന്നേക്കും, വേപ്പിൻ്റെ ഇല പൊട്ടിച്ച് കൊടുന്നേക്കും, പച്ചമുളക് ഉണ്ടെങ്കിൽ അത് പൊട്ടിച്ച് കൊടുന്നേക്കും. അതൊക്കെ മുറ്റത്ത് പണികൾ ചെയ്യുമ്പോഴാണ് ഏറെ ചെയ്യൽ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് അടിച്ചു വാരാൻ കൂടുതൽ കരട് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ അടിച്ചു വാരും കേട്ടോ. അത് ഇന്ന സ്ഥലമൊന്നുമില്ല, ഞാൻ ഇന്ന നേരം അങ്ങനെയൊന്നുമില്ല, രാവിലെ തന്നെ അടിച്ചു വാരം അങ്ങനെയൊന്നുമില്ല. എനിക്ക് കൂടുതലായിട്ട് കരട് എവിടെയാണ് ഉള്ളത് അവിടെ അടിച്ചു വാരും. അപ്പം ഇന്നിപ്പോൾ ഈ ഭാഗം അടിച്ചു വാരണം തോന്നി. ഇവിടെ കുറച്ച് ദിവസമായി അടിച്ചു വാരിയിട്ട്. അവിടെ പച്ചില നല്ലോണം കിടക്കുന്നുണ്ടായിരുന്നു, പുല്ലും. അപ്പോൾ അത് അവർ ഇടയ്ക്ക് തിന്നണ് കാണാം. അപ്പോൾ ഞാൻ അടിച്ചു വാരം അത് അങ്ങനെ ഇട്ടതാട്ടാ. അങ്ങനെ അതൊക്കെ അടിച്ചു വാരി. അപ്പോൾ അവിടെ അടിച്ചു വാരിയപ്പോൾ നല്ലൊരു വൃത്തിയായി. കുറച്ച് ദിവസമായി അവിടെ കച്ചറയിട്ട് കിടക്കണം. വിറക് ഉണക്കാടും, അപ്പോൾ അതിൻ്റെ കരടും ഉണ്ടാവും. അങ്ങനെ എനിക്ക് തോന്നി വിറകിടുന്നേക്കാളും മുന്നേ ആദ്യം അടിച്ചു വാരട്ടെ തോന്നി. അങ്ങനെ വേഗം തന്നെ അതൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ കഴുകുന്നതിൻ്റെ കടയ്ക്ക് കൊണ്ടിട്ടിട്ടുണ്ട്. കടയിൽ നിന്ന് മാന്തിയില്ല കേട്ടോ, അവിടെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ ശേഷമാണ് കുറച്ച് ഓലയും വിറകൊക്കെ വെയിലത്ത് കൊടുന്നിട്ട്, അത് നിത്യക്ക് വെയിലുള്ളപ്പോൾ ചെയ്യാണ്ടാവും കേട്ടോ. ഞാൻ ഇപ്രാവശ്യം ഓല വാങ്ങിച്ചത് എനിക്ക് മുഴുവനും കൊത്തി വയ്ക്കാൻ പറ്റിയില്ല. അവർക്ക് പനിയൊക്കെ വായി സുഖമില്ലാതായപ്പോൾ കുറച്ച് ഓല മാത്രമേ കെട്ടി വെച്ചുള്ളൂ, മഴ കൊള്ളാത്തോടത്ത്. ബാക്കിയൊക്കെ അങ്ങനെ വെയിൽ വരുമ്പോൾ വെയിലത്തിട്ടിട്ട് അന്നന്ന് നല്ല വെയിലാട്ടോ അവിടെ. ഒരു ദിവസം കൊണ്ട് തന്നെ ഓല നന്നായി ഉണങ്ങി കിട്ടും. അപ്പോൾ അന്നന്ന് കത്തിക്കാനുള്ളത് അന്നന്ന് ഉണക്കുക ചെയ്യട്ടോ. അതാണ് ഇങ്ങനെ നനഞ്ഞ ഓല എന്നും കൊടുന്ന് വെയിലത്ത് ഇടുന്നത്. മുഴുവനും കെട്ടി വയ്ക്കാൻ സമയമില്ലാത്തതുകൊണ്ട്, സമയം ഉണ്ടായില്ല, വയ്യാതെയും ചെയ്ത കാരണം പിന്നെ അങ്ങനെ ഇടുക ചെയ്തത്. ഇങ്ങനെ കുത്തി ചാരി വെക്കുക ചെയ്തത്. അപ്പോൾ ചെതലൊന്നുമില്ല, ഈ നനവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നും ഇങ്ങനെ വെയിലത്തിട്ട വൈകുന്നേരം ആകുമ്പോഴേക്കും നന്നായിട്ട് ഉണങ്ങും കേട്ടോ. അപ്പോൾ നാളെ കത്തിക്കാനുള്ളത് ഇന്ന് വെയിലത്ത് കൊടുന്നിടും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തെക്ക് ഭാഗം ഉണ്ട്, ആ ഭാഗം കൂടി അന്ന് അടിച്ചു വാരി. അവിടെ കുറേ ദിവസമായി അടിച്ചു വാരിയിട്ടിട്ട്. അപ്പോൾ ഞാനിത് തെങ്ങിൻ്റെയൊക്കെ കട മാന്തുമ്പോൾ അടിച്ചു വാരാന്നാണ് വിചാരിച്ചത്. അപ്പോൾ വേഗം കോരിയിട്ട് അതിൻ്റെ കടയ്ക്ക് കൊണ്ടിടാലോ എന്നാണ് വിചാരിച്ചത്. അങ്ങനെ അടിച്ചു വരാതെ ഇട്ടപ്പോൾ അത് ചെയ്യണമൊന്നും കാണാനില്ല, ആൾക്ക് നേരം കിട്ടാത്ത കാരണമാവും. അപ്പോൾ ഞാൻ അവിടെ തന്നെ അടിച്ചു വാരി കൂട്ടിയിട്ട് കോഴികൾ ചിക്കി പരത്തും, അത് കാരണം അടിച്ചു വാരാതെ ഇരുന്നത്. അപ്പോൾ എന്നും ഇങ്ങനെ നടക്കുന്ന സ്ഥലമല്ലേ, അപ്പോൾ അവിടെ ഉണ്ട് അടിച്ചു വാരി. വേനൽക്കാലം ആകുമ്പോൾ തീയിടുക ചെയ്യുക. വർഷകാലത്താണ് ഇപ്പോൾ ഇങ്ങനെ കടമാന്തി അതിൻ്റെ കടയ്ക്ക് കൊണ്ടിടുക ചെയ്യുക. ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ, ഇങ്ങനെ തോലും ഇലയും എല്ലതും വെട്ടിയിട്ട് ഇതിൻ്റെ കടയ്ക്കിടാനുള്ളത് കൊണ്ട് വളം ഇവിടെ തന്നെ ഉണ്ട്. നന്നായിട്ട് പുല്ലും ചണ്ടിയൊക്കെ ഉണ്ടാവും ആട്ടുംകൂടിൻ്റെ ചുവട്ടിലൊക്കെ. അപ്പോൾ അതൊക്കെ അടിച്ചു വാരിയിട്ട് ഈ കടമാന്തി അതിൻ്റെ കടയ്ക്ക് കൊണ്ടിടുക ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇത് ആട്ടുംകൂടും കൂടി ഉണ്ട് വൃത്തിയാക്കി. അപ്പോൾ നല്ല നേരത്തെ തന്നെ ഉണ്ട് വൃത്തിയാക്കി കഴിഞ്ഞാൽ നല്ല ഉണങ്ങി കിട്ടും, കൂട് നല്ല വൃത്തിയായി കിട്ടും. ഇപ്പോൾ നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ കൂട് വൃത്തിയാക്കണേക്കാളും മുന്നേ നന്നായിട്ട് കച്ചറുണ്ട് കേട്ടോ. കൊള്ളിക്കോലും ഇലയൊക്കെ കടിച്ചിടും, അവർ കടിച്ചിടുകയൊക്കെ ചെയ്യും കുറേയൊക്കെ കേട്ടോ. കുറേയൊക്കെ പുല്ലൂടിൽ തന്നെ വീഴും, കുറേ ആട്ടുംകൂട്ടിലേക്കും വലിച്ചിടും. ഒരു
എപ്രാളാണ് തിന്നണ നേരത്ത്. അങ്ങനെ അതൊക്കെ പറക്കിയിട്ട് ഒരു ഭാഗത്ത് കൊണ്ടിട്ട് ഇലയൊക്കെ അടിച്ച് കൂട്ടിയിട്ട് കഴുകുന്നതിൻ്റെ ഇടയ്ക്കിലും കൊണ്ടിട്ട് എന്നിട്ട് ആട്ടുംകാട്ടൊക്കെ അടിച്ച് വൃത്തിയാക്കി. ഇതൊക്കെ പെട്ടെന്ന് കഴിയൂട്ടെ. നിത്യം ഇതൊക്കെ ചെയ്യണ കാരണം ഒരുപാട് കച്ചറയൊന്നും ആട്ടുംകൂട്ടിലുണ്ടാവില്ല. ഇത് ഒരു ദിവസം പോലും അവിടെ വേണ്ടച്ചിട്ടിടില്ല കേട്ടോ. നിത്യം ചെയ്യും. പുല്ലൂടൊക്കെ വൃത്തിയാക്കിയില്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് പുല്ലൊക്കെ ആകെ ചണ്ടി പോലെ ആയി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിത്യം അടിച്ച് വൃത്തിയാക്കും. മേലെയും പുല്ലൂടും ആട്ടുംകൂടും മേലെയും ചോടും ഒക്കെ നിത്യം വൃത്തിയാക്കിയാൽ അത്രയും വൃത്തിയാണ് കാണാൻ ആട്ടുംകൂട് കേട്ടോ. ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ അവിടെ കിടന്നാലും ഇതൊക്കെ നിത്യം വൃത്തിയാക്കും. ആ ചൂടും വൃത്തിയാക്കും, ആട്ടുംകാട്ടും ചാക്കിലാക്കി വയ്ക്കും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതിലും കൂടുതലൊന്നും എനിക്ക് ഇനി വീഡിയോയിലൊന്നും ചെയ്യാനില്ല. ഇത്രയൊക്കെ തന്നെ ചെയ്യാനുള്ളൂ. അപ്പം എന്നും ചെയ്യണ പണികൾ തന്നെയാണ് വീഡിയോ എടുക്കൽ. അവിടെ ക്യാമറ കൊടുന്നൊക്കെയാണ് വീഡിയോ എടുക്കുക. അത്ര തന്നെ എന്നും ചെയ്യാനുള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ.